ഗുണമേന്മയൊട്ടും കുറയാതെ ഇടനിലക്കാരില്ലാതെ ലാഭം ലക്ഷ്യമാക്കാതെ ഏറ്റവും മികച്ച മരുന്നുകൾ പരമാവധി വിലക്കുറവിൽ ജനങ്ങളിലേക്ക്. ഈ ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ചാരിറ്റബിൾ ട്രസ്റ്റ് തണൽ ഫാർമസി ജനങ്ങൾക്കായി എത്തിക്കുന്നത്. കമ്പനി മരുന്നുകൾക്ക് 20% വിലക്കുറവ് വരെയും ജനറിക് മരുന്നുകൾക്ക് 50% വിലക്കുറവിലുമാണ് രാജകുമാരി ഫാർമസിയിലൂടെ മരുന്നുകൾ ജനങ്ങൾക്കായി എത്തിച്ചു നൽകുന്നത്. ആതുര ശുശ്രൂഷ രംഗത്ത് ഇതിനു മുൻപ് ആരംഭിച്ച ഡയാലിസിസ് സെന്റർ പാരിപ്പള്ളിയിൽ സാധാരണ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി ഇപ്പോഴും പ്രവർത്തിച്ചു വരികയാണ്. താങ്ങാനാകാത്ത മരുന്ന് വിലകളുടെ ഈ കാലഘട്ടത്തിൽ ആശ്വാസമായാണ് ഇത്തരത്തിലൊരു ഫാർമസി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കുറഞ്ഞ വിലയിൽ മരുന്നുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനായാണ് പാരിപ്പള്ളി കാട്ടുപുതുശ്ശേരിയിൽ തണൽ ഫാർമസി ലക്ഷ്യവുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AJ ജിഹാദ് ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജകുമാരി ഗ്രൂപ്പിന്റെ ഒരു ഫാർമസിയിൽ ലഭിക്കുന്ന മരുന്നിന്റെ വിലക്കുറവിനെ കുറിച്ച് എങ്ങനെയോ മനസ്സിലാക്കി പലപ്പോഴും ഇവിടെ ഇങ്ങനെ തുണ്ടുമായി വരുന്ന പ്രിയപ്പെട്ടവരെ കണ്ടപ്പോൾ രാജകുമാരി ഗ്രൂപ്പിനും തണൽ ഡയാലിസിസ് സെന്ററിനും ചേർത്തുകൊണ്ട് തണലിനെ സംബന്ധിച്ച് ഇന്ന് 33ാമത്തെ ബ്രാഞ്ചാണ് ഈ ഫാർമസി ഇവിടെ പ്രവർത്തിക്കുന്നത്. രാജകുമാരി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ആദ്യമായാണ് ഒരു ഫാർമസി എന്ന രംഗത്തേക്ക് കടക്കുന്നത്. നാം എല്ലാം പഠിച്ചു വച്ചിരിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള കമ്പനികളുടെ മരുന്ന് മാത്രം കഴിച്ചാലേ അസുഖം മാറൂ എന്ന ധാരണയെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു വിപ്ലവകരമായ മാറ്റം നടത്തുന്ന ഒരു ഫാർമസിയാണ് തണൽ ഡയാലിസിസ് സെന്ററിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ഫാർമസി. നമ്മുടെ ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും രാജകുമാരി അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. രാജകുമാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡ് സമയത്ത് നമ്മളൊക്കെ കോവിഡ് സമയത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ തെരുവോരങ്ങളിൽ നമ്മളോടൊപ്പം നമുക്ക് വെള്ളം തന്ന് നമ്മളെ സഹായിച്ചും പോലീസ് ഉദ്യോഗസ്ഥർക്ക് വെള്ളവും മറ്റു ആഹാരവും തെരുവിൽ കിടക്കുന്നവർക്ക് ആഹാര സാധനങ്ങളൊക്കെ കൊടുത്ത് വളരെ സജീവമായിട്ട് എനിക്ക് തോന്നുന്നു ആ ടൈമിലാണ് കൂടുതൽ ആതുര സേവന രംഗത്ത് ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഒരു സജീവമായി തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സഹോദര സ്ഥാപനമാണ് രാജകുമാരി. ഒരുപാട് ഒരു ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വെറും കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ ഒരു സ്ഥാപനം. ഇതുപോലുള്ള ഹലാലായ മാർഗങ്ങളിലൂടെ ഹലാലായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. പള്ളിക്കൽ SHO ദീപു ഡി, വാർഡ് മെമ്പർ ഫാത്തിമ നവാസ്, തണൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് HOD ബൈജു അടയത്തിൽ എന്നിവർ മഹനീയ സാന്നിധ്യം അറിയിച്ചു. ഇവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു നല്ലൊരു ഭാഗം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കല്ലമ്പലത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു ആംബുലൻസിന്റെ. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആക്സസ് ചെയ്യുന്നത് നമ്മളെ രാജകുമാരിയുടെ ആംബുലൻസാണ്. അതുകൂടാതെ തന്നെ കോവിഡ് സമയത്ത് സ്റ്റേഷനിൽ എപ്പോഴും പറയാറുണ്ട്, സ്റ്റേഷനിൽ എന്തെങ്കിലും നമുക്കൊരു പെട്ടെന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് ഷോയിബിൻ്റെ പേര് രാജകുമാരിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ടു എല്ലാ രീതിയിലും നമ്മൾ നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് രാജകുമാരി. തീർച്ചയായിട്ടും ഇവർക്ക് അതിൻ്റെ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ഇതേ കണക്ക് തന്നെ നല്ല ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള ഒരു സർവീഷൻ അനുഗ്രഹത്തിന് ആശംസിക്കുന്നു. ഇനി ഇതേ കണക്കുള്ള രാജകുമാരി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആർക്കും ഒന്നും പറഞ്ഞു തരേണ്ടതില്ല. ഞങ്ങളായാലും ഒരു ദിവസമെങ്കിലും രാജകുമാരിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിലോ ഒരു ഫുഡ് കഴിക്കണമെങ്കിലോ ആദ്യം ചൂസ് ചെയ്യുന്നത് രാജകുമാരിയാണ്. അപ്പൊ രാജകുമാരിയും തണൽ ചാരിറ്റിയും കൂടെ ചേർന്ന് രാജകുമാരിക്കാർക്ക് ചാരിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നമ്പർ 1 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ബൈജു സാറുമായി സംസാരിച്ച സമയത്ത് അറിയാനിടയായത്. തണൽ അവര് സംസാരിച്ചപ്പോൾ രാജകുമാരി ഗ്രൂപ്പ് സ്വയം ഏറ്റെടുത്ത് അവരുടെ ചെലവിൽ തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഇത് ഞാൻ വിചാരിച്ചത് ഡയാലിസിസ് സെന്റർ മാത്രമായിരിക്കും. അത് മാത്രമല്ല അതിലുപരി ഇവിടെ ഫിസിയോതെറാപ്പി ഉണ്ട്, പിന്നെ ഒരുപാട്
പ്ലാനുകൾ അവരിലുണ്ട്. സാറുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഇനിയിപ്പോൾ അടുത്ത സൈക്കാട്രിയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ രാജകുമാരിയും തണലുമായി ചേർന്ന് ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആശംസിക്കുന്നു. അമ്പലത്തിലോ പള്ളികളിലോ മറ്റോ ഒന്നല്ല ഈശ്വരൻ, പ്രവൃത്തിയിലാണ്, ചിന്തയിലാണ്. നമ്മൾ സൽക്കർമ്മം ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് ഈശ്വര തുല്യമായ ഒരു പ്രവൃത്തിയാണ് രാജകുമാരി ഇവിടെ ചെയ്യുന്നത്. ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒട്ടനവധി ആൾക്കാർ സാമ്പത്തികമായി നിവൃത്തിയില്ലാതെ ചികിത്സിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു താങ്ങായി തണലായി ഈ രാജ്യത്ത് ഇത്രത്തോളം സേവനം ചെയ്യുന്ന ഇത്രത്തോളം മഹനീയമായ സംരംഭങ്ങൾ ഓരോരുത്തരും മാതൃകയാക്കുന്ന ഈ സ്ഥാപനത്തിന് എൻ്റെ അതിമീമായ ആശംസകളും സപ്പോർട്ടുമുണ്ട്. ഇപ്പോൾ ഫാർമസിയുടെ കാര്യമാണ് പറയാൻ പറഞ്ഞത്. 21 പദ്ധതികളാണ് തണലിന്, 21 സ്റ്റേറ്റിൽ ഇപ്പോൾ തണലിന്റെ പ്രവർത്തനങ്ങളുണ്ട്. കേരളത്തിന് പുറത്ത് 20ഓളം സ്റ്റേറ്റുകളിൽ. അപ്പോൾ അവിടെ ഓരോ പദ്ധതികളും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഇപ്പോൾ ഡയാലിസിസ് സെന്റർ എന്ന് കേട്ടപ്പോൾ 92 ഡയാലിസിസ് സെന്റർ തണലിന്റെ കീഴിൽ നിന്നുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണിത്. വടകരയിൽ ഇവിടെ ഇപ്പോൾ 7 മിഷനുള്ള ഡയാലിസിസ് സെന്റർ ആണെങ്കിൽ വടകരയിലുള്ള നമുക്ക് 80 മിഷൻസിലുള്ള സെന്ററാണ്. അപ്പൊ തണലിന് ഇങ്ങനെ ഒരു മരുന്നുണ്ടാക്കുന്ന കമ്പനി തുടങ്ങിയാൽ മിനിമം 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഓർഡർ കൊടുത്താൽ മാത്രമേ അവർ മരുന്ന് അടിച്ചു തരൂ കമ്പനിയുടെ പേരിൽ. അല്ലാണ്ട് 10 മരുന്നോ 100 മരുന്നോ ചോദിച്ചാൽ കിട്ടൂലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത്രയും മരുന്നുകൾ നമുക്ക് വിൽക്കാനുള്ള സംവിധാനം തണലിന് ആ സമയത്തില്ല. ആകെയുള്ളത് കോഴിക്കോട് പ്രശസ്തമായ ഇക്ര ഹോസ്പിറ്റലാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ തുടക്കം ഇടുന്നത്. 5.5 വർഷം മുന്നെയാണ് നമ്മൾ വിപണിയിലേക്ക് ഇറങ്ങിയത്. ഇന്നിപ്പോ 33ാമത്തെ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ എന്താണ് പൊതുജനങ്ങളോട് ഇന്ന് വന്ന ആളുകളൊക്കെ ഇതിന്റെ അംബാസഡർമാരായി മാറണം. നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ, ഡോക്ടേഴ്സിനോട് ഗവൺമെന്റ് പറയുന്നുണ്ട് മരുന്നിന്റെ കണ്ടന്റ് എഴുതാവൂ എന്നുള്ളത്. ആ ഫാക്ടറിയിൽ നിന്നുള്ള ഉത്പാദനം ഇടനിലക്കാരെ ഒഴിവാക്കി നമ്മൾ നേരിട്ട് ഇവിടെ എത്തിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്മാരില്ല. രാജകുമാരി ഗ്രൂപ്പിൽ പണിയെടുക്കുന്നത് മുതൽ അതിന്റെ MD ചെയർമാൻ വരെയുള്ളവരുടെ വരുമാനത്തിന്റെ ഒരു വിഹിതമാണ് ഇവിടുത്തെ നിത്യ ചെലവിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൊഴിലാളികളുടെ ഉൾപ്പെടെയുള്ളവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇന്ന് ഇവിടെ ഈ ഇത്രയും സേവനം ഇവിടെ നടക്കുവാൻ നിമിത്തമായിട്ടുള്ളത്. മാനേജ്മെന്റ് അംഗങ്ങൾ, സ്റ്റാഫുകൾ തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കുചേർന്നത്. വിസ്മയ ന്യൂസ്, പാരിപ്പള്ളി.